ഹലോ ഓൾ, അസുഖം മാറണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമുക്ക് പാരാസെറ്റാമോൾ തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ എഴുതി തരുന്നു, നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്നു, അത് കഴിക്കുന്നു, അസുഖം ഭേദപ്പെടുന്നു. ഇതേ സാഹചര്യം പുതിയ കാലത്ത് നമ്മൾ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിന് പകരം ഒരു AI കിയോസ്കിന്റെ മുമ്പിലേക്ക് പോകുന്നു. ഈ കിയോസ്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വൈറ്റൽ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ, നമ്മളെ പൾസ് റേറ്റും SpO2 ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നു. നമ്മുടെ ഫേഷ്യൽ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ മുഖത്തുള്ള ഭാവവ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഫേസ് നോക്കിയിട്ട് അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾക്കുള്ള അസുഖം പ്രഡിക്റ്റ് ചെയ്യുകയും അതനുസരിച്ചുള്ള മരുന്നുകൾ കുറിച്ച് തരികയും ഈ മരുന്നുകൾ ഒരു കോയിൻ അനുസരിച്ചോ അല്ലെങ്കിൽ പേയ്മെന്റ് അനുസരിച്ചോ UPI അനുസരിച്ചോ ഒക്കെ നമുക്ക് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റം ആലോചിച്ച് നോക്കും. ഇത് വളരെ പ്രായോഗികമായിട്ട് ഇന്ന് ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു മോഡലാണ്. AI ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ചൈനയിൽ വന്നതായിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇതുപോലെ ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു AI കിയോസ്ക്, ഒരു ഡോക്ടർ കിയോസ്ക് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, അസുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പകരം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ATM കൗണ്ടറുകൾ പോലെ, ATM മെഷീനുകൾ പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു AI കിയോസ്ക്, ഒരു മെഡിക്കൽ കിയോസ്ക്. ഈ കിയോസ്കിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വൈറ്റൽ സിഗ്നൽസ് കാര്യങ്ങൾ എടുക്കുന്നു, നമ്മളെ സംസാരവും കാര്യങ്ങളും നമ്മളെ ഫേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ അസുഖം എന്താണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഈ പ്രഡിക്റ്റ് ചെയ്ത അസുഖത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ട മരുന്നുകൾ പറഞ്ഞു തരുന്നു, അത് ഡിസ്പെൻസ് ചെയ്ത് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ഡോക്ടർ പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ടെക്നോളജിയുടെ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണുള്ളത്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇമോഷണൽ ആയിട്ട് പിന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷേ അസുഖം ഭേദമാകാൻ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നതിന്റെ കാരണം അസുഖം ഭേദപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ചൈനയിൽ ഇന്ന് 42ഓളം AI ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ സക്സസ് റേറ്റ് ഏകദേശം 90% മുകളിലാണ്. സാധാരണ നമ്മൾ ഡോക്ടേഴ്സിന്റെ കേസിൽ പോകുമ്പോൾ അതിന്റെ സക്സസ് റേറ്റ് ഒരു 70% താഴെയാകുമ്പോൾ ഇത്തരത്തിലുള്ള AI മോഡലുകൾ മുന്നോട്ട് വെക്കുന്ന സക്സസ് റേറ്റ് വളരെ 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 വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലും വരും വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള AI കിയോസ്കുകളും അതിലൂടെയുള്ള അസുഖങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനുള്ള പുതിയ സംവിധാനങ്ങളും വരുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അപ്ഡേറ്റഡ് ആവുകയും ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് എഡ്യൂടെക്നീഷ്യ.